വാർത്തകളിലേക്ക് വിശദമായി കിടക്കുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റിലായിരിക്കുന്നു. ഹൈക്കോടതി നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘമാണ് പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. തുടർ നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കാൻ പോകുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യൽ അതിപ്പോഴും അവിടെ അവസാനിച്ചിട്ടില്ല, അത് തുടരുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നേരത്തെ തന്നെ അത്തരം സൂചനകൾ പുറത്തു വന്നതുമാണ്. അടിമുടി വൈരുദ്ധ്യങ്ങളുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രാഥമികമായി നൽകിയ മൊഴികളിൽ എന്നടക്കമുള്ള വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. സമാന്തരമായി SIT സംഘത്തിന്റെ ഒരു ഘട്ടം ഒരു ഭാഗം അല്ലെങ്കിൽ ഒരു സംഘം ആളുകൾ സന്നിധാനത്തെത്തി പരിശോധന നടത്തിയിരുന്നു. അവിടെ രേഖകളടക്കം ആ സംഘം പരിശോധിക്കുകയും ചെയ്തതാണ്. അതിൽ SP ശശിധരൻ അടക്കമുള്ളവർ ഉണ്ടായിരുന്നു. അവരിപ്പോൾ ആ പരിശോധന മതിയാക്കി തിരികെ തിരുവനന്തപുരത്തേക്കുള്ള യാത്രയിലാണ് എന്നുകൂടി മനസ്സിലാക്കാൻ കഴിയുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2019 വിവാദം, അതുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയ ഇടപെടലുകൾ അതെല്ലാം തന്നെ ഒന്നിന് പിറകെ ഒന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. റിനു ശ്രീധർ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നു. റിനു, അറസ്റ്റ് രേഖപ്പെടുത്തി എന്നുള്ള കാര്യം ഇപ്പോൾ അത് മനസ്സിലാകുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്ത നടപടിക്രമം എന്താണ് എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടോ? മെഡിക്കൽ പരിശോധനയ്ക്കായി കൊണ്ടുപോകേണ്ടതുണ്ട്, അതെപ്പോഴുണ്ടാകും? ഒപ്പം പത്തനംതിട്ടയിലേക്ക് കൊണ്ടുപോകുമോ, അല്ല തിരികെ ഇവിടേക്ക് തന്നെ ഇഞ്ചക്കാടിലെ ഓഫീസിലേക്ക് തന്നെ തിരികെ എത്തിക്കുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. അതിനെന്തെങ്കിലും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടോ? രാവിലെ 10 മണിയോടുകൂടി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നാണ് ഈ SIT സംഘം കസ്റ്റഡിയിൽ എടുത്തത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ 12 മണിയോടുകൂടി കസ്റ്റഡിയിൽ എടുത്തു എന്നുള്ളതാണ് ഔദ്യോഗികമായ അന്വേഷണ സംഘം അറിയിക്കുന്നത്. ഏകദേശം 10 മണിക്കൂറോളം ചോദ്യം ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ ഔദ്യോഗികമായി അന്വേഷണ സംഘം അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ അന്വേഷണ ചുമതലയുള്ള SP ശശിധരൻ ഇവിടേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇപ്പോഴും ഇഞ്ചക്കലിലെ ഓഫീസിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഉള്ളത്. അദ്ദേഹം വന്നതിന് ശേഷം മാത്രമായി മെഡിക്കൽ പരിശോധന എവിടെ വെച്ച് എത്ര മണിക്ക് പത്തനംതിട്ടയിലേക്ക് കൊണ്ടുപോകും എന്നുള്ള ഒരു കാര്യം സ്ഥിരീകരിക്കുന്നത്. എന്തായാലും നമുക്ക് ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് പുലർച്ചയോടുകൂടി അദ്ദേഹത്തെ കൊണ്ടുപോകും എന്നുള്ള വിവരം ലഭിക്കുന്നുണ്ട്. തുടർന്ന് മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം 12 മണിയോടുകൂടി കോടതിയിൽ ഹാജരാക്കും എന്നുള്ള വിവരവും ലഭിക്കുന്നുണ്ട്. എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് ഔദ്യോഗികമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കടത്ത് വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആദ്യ അറസ്റ്റാണ്. ഇനി വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ ഈ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെ അടക്കം ഒപ്പം ഈ സ്വർണം കൈമാറി എന്ന് പറയുന്ന കൽപേഷ് ഉൾപ്പെടെയുള്ളവരുടെ ചോദ്യം ചെയ്യലടക്കം ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഔദ്യോഗികമായി SIT ആദ്യ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഈ സ്വർണം കടത്തിയതിൽ മുഖ്യ സൂത്രധാരൻ എന്നുള്ളതാണ് അന്വേഷണ സംഘം നിർണായകമായി കണ്ടെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 5 ദിവസങ്ങൾ ഹൈദരാബാദിലടക്കം നടത്തിയ അന്വേഷണങ്ങളിൽ ലഭിച്ച തെളിവുകൾ നിരത്തിയാണ് ചോദ്യം ചെയ്യൽ. ഈ ചോദ്യം ചെയ്യലിൽ നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ അന്വേഷണ സംഘം സ്വീകരിക്കുക എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും നിലവിൽ അന്വേഷണ സംഘം നിർണായകമായിട്ടുള്ളൊരു നീക്കത്തിലേക്ക് കടന്നിരിക്കുന്നു. ഇതിൽ പ്രധാന പ്രതി 2 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ 1-ാം പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ ഇന്ന് എടുക്കുകയും അത് നടപടിക്രമങ്ങൾ പാലിക്കാതെയാണെന്നുള്ള ചില ആരോപണങ്ങളൊക്കെ തന്നെ കുടുംബവും അഭിഭാഷകനും ഒക്കെ തന്നെ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കെയാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ അറസ്റ്റ് ഔദ്യോഗികമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ശരി, റിനു ശ്രീധരാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്നും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സർക്കാരിനെതിരെ പ്രതിഷേധം തുടരുകയാണ് പ്രതിപക്ഷം. കോൺഗ്രസ് സംഘടിപ്പിച്ച 4 മേഖലാ ജാഥകൾ വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം തുടരുകയുമാണ്. സെക്രട്ടേറിയറ്റിലേക്ക് മഹിളാ മോർച്ച നടത്തിയ പ്രതിഷേധ മാർച്ചിൽ നേരിയ സംഘർഷമുണ്ടായി. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയ്ക്കും വിശ്വാസവഞ്ചനയ്ക്കുമെതിരെയുള്ള കോൺഗ്രസിന്റെ വിശ്വാസ സംരക്ഷണ യാത്രകൾ നാളെ ചെങ്ങന്നൂരിൽ സംഗമിക്കും. 18-ന് പന്തളത്താണ് സമാപനം. ശബരിമല വിഷയത്തിൽ BJP ചിത്രത്തിലില്ലെന്ന് കോൺഗ്രസ് നേതാവ് K മുരളീധരൻ. BJP ഇല്ലല്ലോ പിക്ചറിൽ. BJP ഒരു ഷോ വർക്ക് മാത്രമായിട്ട് മാറി. ഒരു ആവേശവും തവണ ഇല്ല, ഇപ്പൊ ഒരു വിശ്വാസവും ഇല്ല അവർക്ക്. സെക്രട്ടേറിയറ്റിലേക്ക് മഹിളാ മോർച്ച നടത്തിയ പ്രതിഷേധ മാർച്ചിൽ നേരിയ സംഘർഷമുണ്ടായി. ശരണം വിളിച്ചായിരുന്നു പ്രതിഷേധം. ദേവസ്വം മന്ത്രിയെ രാജിവെപ്പിച്ചില്ലെങ്കിൽ കേന്ദ്രത്തെ സമീപിക്കുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. വാസവൻജിന്റെ രാജി വെപ്പിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഗവർണറിന് പരാതി കൊടുത്തിട്ടുണ്ട്. CBI അല്ലെങ്കിൽ ED വന്ന് ഇവിടെ ദേവസ്വം ബോർഡിന്റെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യണം. സംസ്ഥാനത്ത് ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലെല്ലാം മോഷണമെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. ഈ ദേവസ്വം ബോർഡിലുള്ള ഇന്നുള്ള ഭരണ സംവിധാനം ഈ സംവിധാനത്തിൽ പോയാൽ തീർച്ചയായും ചക്കരക്കുടങ്ങളുടെ കൈയിട്ട്
നക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കഴിഞ്ഞ ദിവസം ബ്രാഹ്മണ സമൂഹത്തിനെതിരെ നടത്തിയ പ്രസ്താവനയിൽ വെള്ളാപ്പള്ളി ഖേദം പ്രകടിപ്പിച്ചു. ന്യൂസ് ഡെസ്ക് 24. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൾഫ് പര്യടനത്തിന് തുടക്കമായി. ആദ്യഘട്ട സന്ദർശനത്തിനായി മുഖ്യമന്ത്രി ബഹ്റൈനിലെത്തി. നാളെയാണ് ആദ്യത്തെ പൊതുപരിപാടി. കേന്ദ്രാനുമതി ലഭിക്കാത്തതിനാൽ സൗദി ഒഴികെയുള്ള രാജ്യങ്ങളാണ് മുഖ്യമന്ത്രി സന്ദർശിക്കുന്നത്. ഗൾഫ് പര്യടനത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പുലർച്ചെയാണ് ബഹ്റൈനിലെത്തിയത്. ബഹ്റൈൻ വിമാനത്താവളത്തിൽ മുഖ്യമന്ത്രിയെ ബഹ്റൈനിലെ ഇന്ത്യൻ അംബാസഡർ വിനോദ് കെ ജേക്കബ്, കേരള സമാജം ഭാരവാഹികൾ, പ്രതിഭാ പ്രതിനിധികൾ, വ്യവസായി വർഗീസ് കുര്യൻ തുടങ്ങിയവർ ചേർന്ന് സ്വീകരിച്ചു. ഇന്ന് ഔദ്യോഗികമായ പരിപാടികളൊന്നുമില്ല. നാളെയാണ് മുഖ്യമന്ത്രിയുടെ ആദ്യത്തെ പൊതുപരിപാടി. നാളെ നടക്കുന്ന പ്രവാസി മലയാളി സംഗമം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. വൈകുന്നേരം 6:30 ബഹ്റൈൻ കേരളീയ സമാജം ഡയമണ്ട് ജൂബിലി ഹാളിലാണ് പരിപാടി. മന്ത്രി സജി ചെറിയാൻ, ബഹ്റൈനിലെ ഇന്ത്യൻ സ്ഥാനപതി വിനോദ് കെ ജേക്കബ്, MA യൂസുഫലി, ചീഫ് സെക്രട്ടറി A ജയതിലക് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുക്കും. തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലുള്ള ഈ സന്ദർശനത്തോട് സഹകരിക്കില്ലെന്ന് ബഹ്റൈനിലെ UDF അനുകൂല സംഘടനകൾ അറിയിച്ചിട്ടുണ്ട്. സൗദി സന്ദർശനത്തിന് കേന്ദ്രാനുമതി ലഭിക്കാത്ത സാഹചര്യത്തിൽ നാളത്തെ പരിപാടി കഴിഞ്ഞ് മുഖ്യമന്ത്രി കേരളത്തിലേക്ക് മടങ്ങും. ഒക്ടോബർ 24, 25 തീയതികളിൽ ഒമാനിലായിരിക്കും അടുത്ത സന്ദർശനം. പിന്നീട് പല ഘട്ടങ്ങളായി ഖത്തർ, കുവൈത്ത്, UAE എന്നീ രാജ്യങ്ങളും സന്ദർശിക്കും. ഡിസംബർ 1 വരെയാണ് നിലവിൽ മുഖ്യമന്ത്രിയുടെ ഗൾഫ് സന്ദർശനം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. 24 ബഹ്റൈൻ. റഷ്യയിൽ നിന്ന് ഇനി എണ്ണ വാങ്ങില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ നിന്ന് ഉറപ്പ് ലഭിച്ചു എന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാദം പൂർണ്ണമായും തള്ളി ഇന്ത്യ. ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി പ്രധാനമന്ത്രി സംസാരിച്ചിട്ടില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. നരേന്ദ്രമോദിക്ക് ട്രംപിനെ ഭയമെന്നായിരുന്നു ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ വിമർശനം. വൈറ്റ് ഹൌസിൽ നടത്തിയ മാധ്യമ സമ്മേളനത്തിലാണ് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് അവസാനിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറപ്പു നൽകിയതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. ഇതിനെ പൂർണ്ണമായി തള്ളിക്കളയുകയാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം. ട്രംപും മോദിയും തമ്മിൽ ഇതുമായി ബന്ധപ്പെട്ട സംഭാഷണങ്ങളൊന്നും നടന്നിട്ടില്ലെന്ന് വിദേശകാര്യ വക്താവ് വ്യക്തമാക്കി. मैं आपसे कहूंगा कि जो हम लोगों ने स्टेटमेंट आज सवेरे आप लोगों के सामने रखा है उस पर आप नज़र डालिए. जहां तक टेलीफोन की बात है तो उसमें मैं ये कह सकता हूं कि मेरी जानकारी के हिसाब से പ്രധാനമന്ത്രി और राष्ट्रपति ट्रंप के बीच में कोई बातचीत नहीं हुई. ഇന്ത്യൻ ഉപഭോക്താക്കളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് മുൻഗണന നൽകിക്കൊണ്ടായിരിക്കും രാജ്യത്ത് എണ്ണ ഇറക്കുമതി ചെയ്യുകയെന്ന് വിദേശകാര്യ മന്ത്രാലയം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. കൂടുതൽ വ്യാപാര ചർച്ചകൾക്കായി വാണിജ്യകാര്യ സെക്രട്ടറി രാജേഷ് അഗർവാൾ ഇന്ന് അമേരിക്കയിലേക്ക് പോകും. ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ട്രംപിനെ ഭയമാണെന്ന ആരോപണവുമായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്തെത്തിയിരുന്നു. ഇതിനിടെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഗുണകരമെന്ന് റഷ്യൻ അംബാസഡർ ഡെനിസ് അലിപ്പോവ് പ്രതികരിച്ചു. Indian government is, as I said, is acting having in mind the interests, the national interests of this country in the first place. And our cooperation in energy is very much in tune of those interests. റഷ്യ ഇന്ത്യയുടെ താൽപര്യങ്ങളോട് ചേർന്ന് നിൽക്കുന്ന രാജ്യമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്ക് 24. മാലദ്വീപിലെ ഇന്ത്യൻ പ്രവാസികൾ പ്രതിസന്ധിയിൽ. പ്രവാസികൾക്ക് നാട്ടിലേക്ക് പണമയക്കാനുള്ള തുകയുടെ പരിധി SBI കുറച്ചതാണ് പ്രതിസന്ധിക്കിടയാക്കിയത്. വിഷയത്തിൽ കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നാണ് മാലദ്വീപിലെ ഇന്ത്യൻ സമൂഹത്തിന്റെ ആവശ്യം. മാൽദ്വീപ്സിലുള്ള ഇന്ത്യൻ പ്രവാസികൾക്ക് നാട്ടിലേക്ക് പണമയക്കാൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മാത്രമാണ് ഏകമാർഗം. പണമടയ്ക്കൽ പരിധി SBI വെട്ടിച്ചുരുക്കിയതാണ് പ്രവാസികളെ പ്രതിസന്ധിയിലാക്കിയത്. 2014 $500 ആയിരുന്ന പരിധി 2023 $400 കുറച്ചിരുന്നു. ഈ മാസം 25 മുതൽ പരിധി $150 വെട്ടിക്കുറയ്ക്കാനാണ് തീരുമാനം. ഇതോടെ പ്രവാസികൾക്ക് നാട്ടിലേക്ക് പ്രതിമാസം 13,000 രൂപ മാത്രമേ അയക്കാനാകൂ. ഈ തുക നാട്ടിലുള്ള കുടുംബത്തിന്റെ ചെലവുകൾക്ക് പോലും തികയാത്ത സാഹചര്യമുണ്ടാകും. നമുക്ക് നാട്ടിലേക്ക് സാലറി അയക്കാൻ പറ്റുന്ന ഒരേ ഒരു സോഴ്സ് മാൽദ്വീപ്സിലുള്ളത് SBI ആണ്. കൂപ്പുകുത്തുന്ന ഒരു പ്രക്രിയയിലേക്കാണ് SBI കിടക്കുന്നത്. വേറൊരു രാജ്യത്തുമില്ലാത്ത സ്ഥിതിക്കാണ് നമ്മളുടെ സ്വന്തം ബാങ്കായി SBI പെരുമാറുന്നത്. നമുക്ക് $150 നാട്ടിലേക്ക് എത്തിക്കാൻ പറയാന്ന് പറഞ്ഞാൽ 12,000 ശിഷ്ടം രൂപ മാത്രമേ നാട്ടിലേക്ക് ഇപ്പം എത്തിക്കാൻ പറ്റുള്ളൂ. നിയമപരമായി പണമയക്കാനുള്ള മാർഗം അടയുന്നതോടെ വലിയ കമ്മീഷൻ നൽകി ഏജന്റുമാർ വഴി പണമയക്കാൻ നിർബന്ധിതരാകുമെന്ന് പ്രവാസികൾ ചൂണ്ടിക്കാണിക്കുന്നു. വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ വേണമെന്നാണ് മാൽദ്വീപ്സിലെ പ്രവാസികളുടെ ആവശ്യം. ബൽറാം നെടുങ്ങാടി, 24, ഡൽഹി. സൗദി കിഴക്കൻ പ്രവിശ്യയിലെ റിഗിൽ ജോലിക്കിടെയുണ്ടായ അപകടത്തിൽ മലയാളി മരിച്ചു. എറണാകുളം ചെല്ലാനം സ്വദേശി പള്ളിക്കത്തയിൽ വീട്ടിൽ എഡ്വിൻ ഗ്രേസിയസ് ആണ് മരിച്ചത്.
സഫാനിയ ഓഫ്ഷോർ റിഗിൽ ജോലി ചെയ്യവേ കപ്പലിൽ വെച്ചായിരുന്നു എഡ്വിൻ അപകടത്തിൽപ്പെട്ടത്. മൃതദേഹം സഫാനിയ ജനറൽ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. 1 വർഷം മുൻപാണ് എഡ്വിൻ ജോലിക്കായി സൗദിയിലെത്തിയത്. 3 മാസം മുൻപ് വിവാഹശേഷം നാട്ടിൽ നിന്ന് തിരികെ എത്തി ജോലിയിൽ പ്രവേശിക്കുകയായിരുന്നു. മൃതദേഹം നടപടികൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു. യുഎയിലെ ധനവിനിമയ സ്ഥാപനമായ ലുലു എക്സ്ചേഞ്ചും ക്രോ യുഎയും ചേർന്ന് സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തടയുന്നതിനുള്ള ഉപഭോക്തൃ സംരക്ഷണ ബോധവൽക്കരണ പരിപാടി നടത്തി. യുഎയിലെ DNFBP മേഖലയിൽ നിന്നുള്ള 500 പ്രൊഫഷണലുകൾ പരിപാടിയിൽ പങ്കെടുത്തു. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തടയുന്നതിനുള്ള പുതിയ നിയമങ്ങളെക്കുറിച്ചും വഴികളെക്കുറിച്ചുമുള്ള വിവരങ്ങൾ പങ്കുവെക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി നടന്നത്. ആന്റി മണി ലോണ്ടറിംഗ് കംപ്ലയിൻസ് മേഖലയിലെ പ്രമുഖ വിദഗ്ധരുടെ നേതൃത്വത്തിലായിരുന്നു ക്ലാസുകൾ. AML, CFT പരിശീലനം, പാനൽ ചർച്ച, ഉപഭോക്തൃ സംരക്ഷണത്തെക്കുറിച്ചുള്ള ഓറിയന്റേഷൻ എന്നിവ പരിപാടിയിൽ സംഘടിപ്പിച്ചു. ഇതോടെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ ചെറുക്കുന്നതിനുള്ള തങ്ങളുടെ പ്രതിബദ്ധത വ്യക്തമാക്കുന്ന രീതിയിൽ പരിപാടി സംഘടിപ്പിക്കുന്ന യുഎയിലെ ആദ്യത്തെ എക്സ്ചേഞ്ച് സ്ഥാപനമായി ലുലു എക്സ്ചേഞ്ച് മാറി. സാമ്പത്തിക ആവാസ വ്യവസ്ഥയുടെ സമഗ്രത സംരക്ഷിക്കുകയും ഉപയോക്താക്കളുടെ വിശ്വാസം കാത്തുസൂക്ഷിക്കുകയും ചെയ്യുക എന്നത് വലിയ ഉത്തരവാദിത്തമായാണ് കാണുന്നതെന്ന് ലുലു എക്സ്ചേഞ്ച് UAE CEO തമ്പി സുദർശനൻ പറഞ്ഞു. സാമ്പത്തിക കുറ്റകൃത്യ പ്രതിരോധത്തെക്കുറിച്ച് അറിവ് പങ്കുവെക്കുന്നതും ബോധവൽക്കരണം വർദ്ധിപ്പിക്കുന്നതും അത്യാവശ്യമാണെന്ന് ക്രോ UAEയുടെ പാർട്ണർ ഡോൺ തോമസ് വ്യക്തമാക്കി. പങ്കെടുത്തവർക്ക് ക്രോ UAE അക്കാദമിയുടെ സർട്ടിഫിക്കറ്റുകളും നൽകിയിട്ടുണ്ട്. 24 ദുബായ്. ദുബായ് സർക്കാരിന്റെ വിവിധ വകുപ്പുകളുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ ദുബായിലെ സെഞ്ചുറി മാളിലും ലഭ്യമാകും. ദുബായ് എക്കണോമിക് ആൻഡ് ടൂറിസം ഡിപ്പാർട്ട്മെന്റ്, തസീൽ, തൗജീൽ, ദുബായ് ഹെൽത്ത് അതോറിറ്റി തുടങ്ങിയ സർക്കാർ വകുപ്പുകളുടെ സേവനമാണ് ഇവിടെ ലഭിക്കുകയെന്ന് സ്റ്റാർ എക്സ്പ്രസ് ഗവൺമെന്റ് ട്രാൻസാക്ഷൻ സെന്റർ അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. എല്ലാ ദിവസവും രാവിലെ 9 മണി മുതൽ രാത്രി 11 മണി വരെയായിരിക്കും സേവനം ലഭ്യമാവുക. കൂടാതെ ട്രേഡ്സ് ലൈസൻസുമായി ബന്ധപ്പെട്ട മുഴുവൻ സേവനങ്ങളും സർക്കാർ ഫീസ് മാത്രം അടച്ച് സർവീസ് ചാർജ് ഇല്ലാതെ പൂർത്തിയാക്കാനുള്ള സൗകര്യവും ഇവിടെ ലഭിക്കും. അബുദാബി T10 ലീഗിലെ UAE സ്വദേശികളുടെ ഉടമസ്ഥതയിലുള്ള ആദ്യ ഫ്രാഞ്ചൈസിയെ പ്രഖ്യാപിച്ചു. AMH സ്പോർട്സിന് കീഴിൽ ആസ്പിൻ സ്റ്റാലിയൻസിന്റെ പ്രഖ്യാപനമാണ് ദുബായിൽ നടന്നത്. UAEയുടെ ആഗോള കായിക നേതൃത്വം ശക്തിപ്പെടുത്താനായി UAE വിഷൻ 2031 ഭാഗമായാണ് T10 നടത്തുന്നത്. ഫെഡറൽ നാഷണൽ കൌൺസിൽ അംഗവും എമിറേറ്റ്സ് എയർലൈൻ മുൻ സീനിയർ വൈസ് പ്രസിഡന്റുമായ അഹമ്മദ് ഖുരിയുടെ ഉടമസ്ഥതയിലാണ് ടീം. ക്രിക്കറ്റിനെ കൂടുതൽ ഗൌരവമായി കാണാനുള്ള UAEയുടെ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള നീക്കമെന്ന് ടീം മാനേജ്മെന്റ് ദുബായിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ശ്രീശാന്ത്, ശിഖർ ധവാൻ തുടങ്ങിയവർ ഇത്തവണ ടൂർണമെന്റിന്റെ ഭാഗമാകും. കുട്ടി ക്രിക്കറ്റിന്റെ ഏറ്റവും ചെറിയ ഫോർമാറ്റിന് 2017 തുടക്കമായത്. കുവൈറ്റിൽ ആദ്യ ഇന്ത്യൻ പാസ്പോർട്ട് ഇഷ്യൂ ചെയ്തു. ഇന്ത്യൻ പൗരൻ ആയിഷ റുമാൻ എന്ന വിദ്യാർത്ഥിക്കാണ് ആദ്യ പാസ്പോർട്ട് കുവൈറ്റിലെ ഇന്ത്യൻ എംബസിയിൽ വെച്ച് നൽകിയത്. ഇന്ത്യൻ പൗരന്മാർക്ക് അന്താരാഷ്ട്ര യാത്രകളിൽ ഇമിഗ്രേഷൻ നടപടികൾ സുഗമമാക്കാനും യാത്രകൾ എളുപ്പമാക്കാനും ലക്ഷ്യമിട്ട് ഇന്ത്യൻ സർക്കാർ നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് പാസ്പോർട്ട് സൗകര്യം എന്ന് ഇന്ത്യൻ എംബസി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. മറ്റു റിപ്പോർട്ടുകളിലേക്ക്. എറണാകുളം പള്ളുരുത്തി സെയിന്റ് റീത്താസ് പബ്ലിക് സ്കൂളിലെ ശിരോവസ്ത്ര വിവാദത്തിൽ മാനേജ്മെന്റിനെതിരെ ആഞ്ഞടിച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. സർക്കാരിന് മുകളിലാണ് മാനേജ്മെന്റ് എന്ന ധാരണ വേണ്ടെന്ന് മന്ത്രി പറഞ്ഞു. ഉത്തരവാദിത്തപ്പെട്ടവർ വിഷയം പരിഹരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചു. ശിരോവസ്ത്രം ധരിച്ചെത്തിയ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ ക്ലാസ്സിൽ നിന്ന് പുറത്തു നിർത്തിയെന്ന പരാതിയിൽ മാനേജ്മെന്റിനെതിരെ രൂക്ഷമായ ഭാഷയിലായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. ബോധപൂർവം രാഷ്ട്രീയവൽക്കരിക്കാൻ സ്കൂൾ മാനേജ്മെന്റ് ശ്രമിച്ചെന്ന് മന്ത്രി. പ്രശ്നപരിഹാരമല്ല, സർക്കാരിനെ വിമർശിക്കുകയാണ് മാനേജ്മെന്റ് ലക്ഷ്യമെന്നും വിമർശനം. പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിനേക്കാൾ സർക്കാരിനെ വിമർശിക്കുക എന്നായിരുന്നു അവരുടെ പ്രഥമ ലക്ഷ്യം. അവർ ഗവൺമെന്റിനെ വെല്ലുവിളിക്കുകയാണ്. ആ വെല്ലുവിളിയൊന്നും ഇങ്ങോട്ട് വേണ്ട. പിന്നെ ഗവൺമെന്റിന്റെ മുകളിലാണ് ഞങ്ങൾ എന്നുള്ള ഭാവം ഉണ്ടെങ്കിൽ അത് അംഗീകരിക്കുന്ന പ്രശ്നമല്ല. മാനേജ്മെന്റിനോട് വിശദീകരണം ചോദിക്കുമ്പോൾ അഭിഭാഷകയും PTA പ്രസിഡന്റുമല്ല മറുപടി പറയേണ്ടതെന്നും മന്ത്രി പറഞ്ഞു. വീണ്ടും ആളിക്കത്തിക്കാൻ ശ്രമം നടക്കുന്നെന്ന് പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചു. നമ്മുടെ ഒരു സാമൂഹ്യ അന്തരീക്ഷത്തെ വഷളാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യവും നമ്മൾ ചെയ്യരുതെന്നാണ് ഞങ്ങളുടെ വിനീതമായ അഭിപ്രായം. ഞങ്ങൾ ആ കാര്യത്തിൽ വളരെ ജാഗ്രത പാലിക്കുന്ന ആളാണ്. വിവാദത്തിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ പ്രതികരണം ഇതായിരുന്നു. ഇതുപോലെയൊക്കെ കേരളീയ സമൂഹം അത് സൈലന്റ് ആയിട്ട് നേരിട്ടോളൂ. ഇതുപോലെ ഒത്തിരി കാര്യങ്ങൾ വന്നല്ലോ. ഇതിൻ്റെ അകത്ത് മതമൊന്നുമില്ല. ഇത് യൂണിഫോമിറ്റിയുടെ കാര്യമാണ്, യൂണിഫോമിന്റെ കാര്യമാണ്. ശിരോവസ്ത്രം ധരിച്ചു പോയതുകൊണ്ട് ഒരു കലാപവും ഉണ്ടാകില്ലെന്നായിരുന്നു DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജിന്റെ പ്രതികരണം. 24 തിരുവനന്തപുരം. 24 എക്സ്ക്ലൂസീവ്. തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ തമിഴ്നാട് സ്വദേശിയായ തൊഴിലാളിയോട് മില്ലുടമയുടെ കൊടും ക്രൂരത.
2 വർഷമായി ശമ്പളം നൽകാതെയും സ്ഥാപനത്തിൽ നിന്ന് പുറത്തുവിടാതെയും ക്രൂരമായി പീഡിപ്പിക്കുകയായിരുന്നു. മില്ലുടമ തുഷാന്തിനെ അറസ്റ്റ് ചെയ്തു. വൃത്തിഹീനമായ സാഹചര്യത്തിൽ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ച സ്ഥാപനം നഗരസഭ പൂട്ടിച്ചു. 1.5 വർഷം മുൻപാണ് തെങ്കാശി സ്വദേശിയായ ബാലകൃഷ്ണൻ വട്ടിയൂർക്കാവിലെ പൗർണമി ഫുഡ് ഉൽപാദന കേന്ദ്രത്തിൽ ജോലിക്കെത്തിയത്. അന്നു മുതൽ തുടങ്ങിയതാണ് പീഡനം. ശമ്പളം നൽകാതെ ജോലി ചെയ്യിപ്പിച്ചു, പുറത്തുവിട്ടില്ല. കഴിഞ്ഞ ദിവസം ഭക്ഷണം ചോദിച്ചതിന് ക്രൂരമായി മർദ്ദിച്ചു. ഇത് എത്ര നാളുകൊണ്ട് ഇങ്ങനെ പൂട്ടിയിട്ട് നിങ്ങളെ ഉപദ്രവിക്കുന്നു? കുറേ ദിവസമായിട്ട് വീട്ടിൽ ഭക്ഷണം അങ്ങനെ തരാറുണ്ടോ? ജോലി ചെയ്യുമ്പോൾ ബെൽറ്റ് കൊണ്ട് അടിക്കും. നമ്മട്ടിയിട്ട് വെട്ടിയെന്നാ പറയുന്ന പുള്ളി. സംഭവം പറഞ്ഞ സ്ഥലത്തെത്തിയ നാട്ടുകാർ ബാലകൃഷ്ണന്റെ ദുരവസ്ഥ കണ്ട് ഞെട്ടി. ശരീരമാസകലം മുറിവുകൾ, പലതും പഴുത്ത് പൊട്ടിയൊലിച്ച അവസ്ഥയിൽ, കൈവിരലുകൾ ഒടിഞ്ഞ് എല്ല് പുറത്ത് കാണാവുന്ന സ്ഥിതി. അത് ഞാൻ ചോദിച്ചു എന്താടാന്ന് ചോദിച്ചപ്പോൾ അത് മൺമട്ടി കൊണ്ട് വെട്ടിയതെന്ന് പറഞ്ഞു കൈ. അപ്പം ഞാൻ ചോദിച്ചു മുഖത്ത് തേങ്ങ കൊണ്ട് അടിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഇങ്ങനെ കവിളി വീങ്ങി തേങ്ങ. അപ്പോൾ അവിടെ നിന്നവർ ആരടുത്തും സംസാരിക്കാതെ എൻ്റെ അടുത്ത് മാത്രമേ അവർ സംസാരിച്ചുള്ളൂ. ബെൽറ്റിന് പുള്ളിയെ മർദ്ദിക്കുകയും പിന്നെ ആഹാരം കൊടുക്കത്തില്ല, പിന്നെ ശമ്പളം ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിയെ പൂട്ടിയിട്ട് മർദ്ദിക്കുകയാണ് ചെയ്യുന്നതെന്നാണ് പുള്ളി പറഞ്ഞത്. വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് സ്ഥാപനം പ്രവർത്തിച്ചു വന്നിരുന്നത്. ലൈസൻസ് പോലും സ്ഥാപനത്തിനുണ്ടായിരുന്നില്ല. ഒടുവിൽ കോർപ്പറേഷൻ ഈ സ്ഥാപനം പൂട്ടിച്ചു. ലൈസൻസ് ഇല്ലെന്നാണ് പറയുന്നത്. ഇത് കണ്ടിട്ട് എന്താ തോന്നുന്നത്? ഇത് ലൈസൻസ് ഇല്ലാത്തതുകൊണ്ട് പൂട്ടേണ്ട ഗതി തന്നെ വരും. ബാലകൃഷ്ണൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. സ്ഥാപന ഉടമ വട്ടിയൂർക്കാവ് സ്വദേശി തുഷാന്തിനെ പൂജപ്പുര പോലീസ് അറസ്റ്റ് ചെയ്തു. ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം. കോഴിക്കോട് പേരാമ്പ്രയിലെ സംഘർഷത്തിൽ സ്ഫോടക വസ്തു എറിഞ്ഞത് പോലീസ് എന്ന് ദൃശ്യങ്ങൾ പുറത്തുവിട്ട് കോഴിക്കോട് DCCയുടെ ആരോപണം. പോലീസിന്റെ ഗ്രനേഡും ടിയർ ഗ്യാസ് ഷെല്ലുമാണ് പൊട്ടിത്തെറിച്ചതെന്ന് DCC അധ്യക്ഷൻ അഡ്വക്കേറ്റ് K. പ്രവീൺകുമാർ പറഞ്ഞു. ഷാഫി പറമ്പിൽ MPക്കെതിരെയുള്ള പോലീസ് മർദ്ദനത്തിൽ പ്രതിഷേധിച്ച് പേരാമ്പ്ര പോലീസ് സ്റ്റേഷന് മുന്നിൽ UDF സത്യഗ്രഹ സമരം നടത്തി. ആദ്യ ദൃശ്യത്തിൽ കാണാം പോലീസിന്റെ ഗ്രനേഡ് എറിഞ്ഞ പോലീസ് നിൽക്കുന്ന ഭാഗത്തുനിന്നും സ്ഫോടക വസ്തു വരുന്നതും പൊട്ടിത്തെറിക്കുന്നതും. വെള്ളിയാഴ്ച ഉണ്ടായ സംഘർഷത്തിൽ പോലീസിനെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന ദൃശ്യങ്ങളാണ് കോഴിക്കോട് DCC പുറത്തുവിട്ടത്. പോലീസ് നിന്ന ഭാഗത്താണ് സ്ഫോടനമുണ്ടായതെന്നും ഗ്രനേഡും ടിയർ ഗ്യാസും പൊട്ടിത്തെറിച്ചതെന്നും DCC അധ്യക്ഷൻ അഡ്വക്കേറ്റ് K. പ്രവീൺകുമാർ. കഴിഞ്ഞ 3 ദിവസമായി മാധ്യമങ്ങൾ ഞാൻ പറയുന്നുണ്ട്, സ്ഫോടക വസ്തു എറിഞ്ഞതും സ്ഫോടക വസ്തു സൃഷ്ടിച്ചതും സ്ഫോടനമുണ്ടാക്കിയതും ഇരകളെ വേട്ടയാടിയതും ഒക്കെ പോലീസാണ്. സംഭവം നടന്ന 4-ാം ദിവസം കരിമരുന്ന് പുരണ്ട നൂൽ, ഇരുമ്പ് ചുഴകൾ എന്നിവ കണ്ടെത്തിയെന്ന പോലീസ് വാദം UDF തള്ളി. അങ്ങനെ തെളിവ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് പോലീസ് കൊണ്ടുവന്നിട്ടതാകാമെന്നാണ് ആരോപണം. സ്ഫോടക വസ്തു എറിഞ്ഞതെന്ന് ചൂണ്ടിക്കാട്ടി UDF പ്രവർത്തകർക്കെതിരെ കേസെടുത്ത് അറസ്റ്റ് ചെയ്തിരുന്നു. കള്ളപ്രചാരണമാണ് പോലീസും CPIM-ഉം നടത്തുന്നതെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. ഷാഫി പറമ്പിൽ MPക്കെതിരായ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് പേരാമ്പ്ര പോലീസ് സ്റ്റേഷന് മുന്നിൽ UDF സത്യാഗ്രഹ സമരം നടത്തി. 24 കോഴിക്കോട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിൽ 3 ടേം നിബന്ധന തുടരാൻ തീരുമാനം. ഒരു കുടുംബത്തിൽ നിന്ന് 1-ലധികം പേർക്ക് സീറ്റ് നൽകില്ല എന്ന നിബന്ധനയും തുടരും. ഇതുമായി ബന്ധപ്പെട്ട സർക്യുലർ സംസ്ഥാന നേതൃത്വം ജില്ലാ കമ്മിറ്റികൾക്ക് അയച്ചു നൽകി. 3 ടേം വ്യവസ്ഥ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നടപ്പിലാക്കിയത് ഗുണം ചെയ്തു എന്ന വിലയിരുത്തലിലാണ് ഇത്തവണയും ഇത് തുടരാൻ ലീഗ് നേതൃത്വത്തെ പ്രേരിപ്പിച്ചത്. 3 തവണ തദ്ദേശ സ്ഥാപനങ്ങളിൽ അംഗങ്ങളായവർക്ക് ഇത്തവണ സീറ്റ് നൽകില്ല. ഒരു കുടുംബത്തിൽ നിന്ന് 1-ലധികം പേർക്കും സീറ്റ് നൽകുകയില്ല. വിജയസാധ്യത കണക്കിലെടുത്ത് ചിലർ ഇളവ് നൽകണമെന്ന ചർച്ചകൾ ഉയർന്നിരുന്നു. എങ്കിലും വേണ്ടെന്നാണ് ഇപ്പോൾ നേതൃത്വം കൈക്കൊണ്ടിരിക്കുന്ന തീരുമാനം. നിബന്ധന നടപ്പിലാക്കാൻ സംസ്ഥാന നേതൃത്വം ജില്ലാ കമ്മിറ്റികൾക്ക് നിർദ്ദേശം നൽകി. കഴിഞ്ഞ തവണ നിബന്ധന നടപ്പിലാക്കിയതോടെ മലപ്പുറം ജില്ലയിൽ 80% പുതുമുഖങ്ങൾക്ക് അവസരം ലഭിച്ചു. കൂടുതൽ യുവാക്കൾക്ക് മത്സരരംഗത്തേക്ക് കടന്നുവരാനുള്ള സാഹചര്യമുണ്ടായെന്നും ലീഗ് നേതൃത്വം പറയുന്നു. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3 ടേം വ്യവസ്ഥ നടപ്പാക്കുന്ന കാര്യത്തിൽ പിന്നീട് തീരുമാനമെടുക്കും. 24 തിരൂർ. സമസ്തയിലെ വിഭാഗീയത പരിഹരിക്കാൻ 9-അംഗ സമിതി. സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളും മുസ്ലിം ലീഗ് അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും തമ്മിൽ നടത്തിയ മധ്യസ്ഥ ചർച്ചയിലാണ് തീരുമാനം. വിഭാഗീയത രൂക്ഷമായതോടെയാണ് നേതൃത്വത്തിന്റെ ഇടപെടൽ. സമസ്തയുടെ 100ാം വാർഷികാഘോഷവും തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളും അടുത്തതോടെ പ്രശ്നങ്ങൾ അതിവേഗം പരിഹരിക്കുകയാണ് ലീഗിന്റെയും സമസ്തയുടെയും ലക്ഷ്യം. കഴിഞ്ഞ മുഷാവറ യോഗത്തിലെ ചർച്ചകളും തീരുമാനങ്ങളും വിഭാഗീയതയുടെ ആക്കം കൂട്ടിയിരുന്നു. സമസ്ത 100ാം വാർഷിക സമ്മേളനം ബഹിഷ്കരിക്കാൻ ലീഗ് അനുകൂല വിഭാഗവും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലീഗിനെതിരെ നീങ്ങാൻ മറുവിഭാഗവും തീരുമാനമെടുത്തിരുന്നു. ഇതോടെയാണ് മധ്യസ്ഥ ചർച്ചകൾ വേഗത്തിലായത്. ഇന്ന് മലപ്പുറത്ത് വെച്ചാണ്
പാണക്കാട് സ്വാദിഖ് അലി തങ്ങൾ, ജിഫ്രി തങ്ങൾ എന്നിവരുടെ നേതൃത്വത്തിൽ മധ്യസ്ഥ ചർച്ച നടത്തിയത്. PK കുഞ്ഞാലിക്കുട്ടിയും ചർച്ചയിൽ പങ്കെടുത്തു. 9 അംഗ സമിതിയാണ് ചർച്ചയ്ക്ക് നിയോഗിക്കപ്പെട്ടത്. ജിഫ്രി തങ്ങൾ, സ്വാദിഖ് അലി തങ്ങൾ, PK കുഞ്ഞാലിക്കുട്ടി, മുഷാവർ അംഗങ്ങളായ MT അബ്ദുള്ള മുസ്ലിയാർ, കൊയ്യോട് ഉമർ മുസ്ലിയാർ, മൂസക്കുട്ടി ഹസ്രത്ത്, സുപ്രഭാതം വൈസ് ചെയർമാൻ സൈനുൽ ആബിദീൻ സഫാരി, അബ്ദുൽ സമദ് പൂക്കോട്ടൂർ, അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് തുടങ്ങിയവരാണ് അംഗങ്ങൾ. ഇതുവരെ നടത്തിയ മധ്യസ്ഥ ചർച്ചകൾ എങ്ങുമെത്താത്ത സാഹചര്യത്തിൽ പുതിയ സമിതിയുടെ ഭാവി കണ്ടറിയണം. 24 തിരൂർ. ഗുജറാത്ത് മന്ത്രിസഭാ പുനഃസംഘടനയുടെ ഭാഗമായി മുഖ്യമന്ത്രി ഒഴികെ എല്ലാ മന്ത്രിമാരും രാജിവെച്ചു. 16 അംഗ മന്ത്രിസഭ 26 ഉയർത്തുമെന്നാണ് സൂചന. നിലവിലെ ചില മന്ത്രിമാരെ നിലനിർത്തി ബാക്കി പുതുമുഖങ്ങളെ ഉൾപ്പെടുത്തിയേക്കുമെന്ന വിവരങ്ങളുമുണ്ട്. ഗുജറാത്തിൽ BJPക്കകത്ത് രാഷ്ട്രീയ പ്രതിസന്ധിയുടെ ഫലമായാണ് ഉടനടിയുള്ള മന്ത്രിസഭാ പുനഃസംഘടനയെന്നാണ് സൂചന. മുഖ്യമന്ത്രി ഒഴികെ 16 മന്ത്രിമാരും രാജിവെച്ചു. നിലവിലെ മന്ത്രിസഭയിലെ 7 പേരെ നിലനിർത്തി അവശേഷിക്കുന്ന മന്ത്രിപദങ്ങളിൽ പുതുമുഖങ്ങളെ പരീക്ഷിക്കാനാണ് ഒരുങ്ങുന്നത്. യുവാക്കളുടെയും വനിതകളുടെയും SC/ST OBC വിഭാഗങ്ങളുടെയും പ്രാതിനിധ്യം പുതിയ മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്നാണ് വിവരം. മന്ത്രിസഭ 26 അംഗങ്ങളായി വികസിപ്പിക്കുമെന്ന് വിവരമുണ്ട്. നാളെ ഗാന്ധിനഗറിൽ പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കും. ചടങ്ങിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പാർട്ടി ദേശീയ അധ്യക്ഷൻ JP നഡ്ഡ ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കളും പങ്കെടുക്കും. നിയമസഭാ തിരഞ്ഞെടുപ്പിന് 2 വർഷവും 2 മാസവും അവശേഷിക്കെ ഭരണവിരുദ്ധ വികാരവും നിലവിലെ മന്ത്രിസഭയിലെ പല അംഗങ്ങൾക്കുമെതിരെയുള്ള പാർട്ടിയിൽ നിന്ന് ഉയർന്നുവന്ന വിമർശനങ്ങളും ഇതിലൂടെ പരിഹരിക്കാനാകുമെന്നാണ് BJPയുടെ കണക്കുകൂട്ടൽ. 24 ഡൽഹി. DMV കപ്പ് 2025 സീസൺ 3 സമാപിച്ചു. 7 ടീമുകൾ മാറ്റുരച്ച മത്സരത്തിൽ ഖലാസിസ് ബ്ലൂ ചാമ്പ്യന്മാരായി. ബാൾട്ടിമോർ ഖിലാഡിയാണ് റണ്ണേഴ്സ് അപ്പ്. ടോപ്പ് സ്കോററായി ബാൾട്ടിമോർ ഖിലാസിന്റെ കനിഷ്ക് നസ്രത്തെ തെരഞ്ഞെടുത്തു. ഖലാസിസ് ബ്ലൂവിന്റെ അഫ്ഫാനാണ് മികച്ച ഗോൾ കീപ്പർ. ബുള്ളറ്റിൻ പൂർത്തിയാവുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.